കയറുകയാണ് പാലക്കാട്ടെ കൊട്ടിക്കലാശം. ഇനി അവശേഷിക്കുന്നത് 50 മിനിറ്റുകൾ മാത്രമാണ്. എല്ലാവരും ആ സംഗമസ്ഥാനത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. ശിങ്കാരിമേളം, കാവടി, എന്തു വേണം, എല്ലാ കലാരൂപങ്ങളും അണിനിരത്തിക്കൊണ്ടാണ് എല്ലാ മുന്നണികളും ആവേശത്തോടെ ആഘോഷത്തോടെ കൊട്ടിക്കലാശം നടത്തുന്നത്. സ്റ്റെഫിൻ കേൾക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊട്ടി തകർക്കുകയാണ്. സ്ഥാനാർത്ഥികൾ എത്തിയോ? സ്ഥാനാർത്ഥി സംഗമം എത്ര സമയമുണ്ടാകും? കൊട്ടിക്കലാശം നടക്കുന്ന പ്രധാന സ്ഥലമായ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് BJP സ്ഥാനാർത്ഥി നേതാക്കളും ഒക്കെ എത്തിച്ചേരുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, വലിയ തിരക്കാണ് റോഡിൽ. അത്രയധികം വാഹനങ്ങളുണ്ട്. വലിയൊരു റോഡ് ഷോ ആണ് BJP സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇപ്പോൾ BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉണ്ട് നമുക്കൊപ്പം. എങ്ങനെയാണ് ശുഭപ്രതീക്ഷ തന്നെയല്ലേ? ഏറ്റവും നല്ല ശുഭപ്രതീക്ഷയാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്തെക്കുറിച്ച് അതിൽ യാതൊരു തർക്കവുമില്ല. അത് NDA ആണ്, BJP ആണ്, കൃഷ്ണകുമാറാണെന്ന് എല്ലാവരും സമ്മതിച്ചിരിക്കുക. UDF-ഉം LDF-ഉം തമ്മിൽ മത്സരിക്കുന്നത് 2ാം സ്ഥാനത്തിന് വേണ്ടിയാണ്. അപ്പോൾ 2ാം സ്ഥാനത്ത് UDF ആണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്, LDF ആണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അതെന്തും ആയിക്കോട്ടെ. പക്ഷെ തിളക്കമാർന്ന വിജയമാണ് NDA ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നേടാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ തൃശ്ശൂർ ആവർത്തിക്കും പാലക്കാടെന്ന് പറയുന്നുണ്ട്. അത് കേവലം വിജയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള വൻ ഭൂരിപക്ഷം ഉണ്ടല്ലോ, ആ ഭൂരിപക്ഷം തന്നെ പാലക്കാടും BJP-യും NDA കൃഷ്ണകുമാർ നേടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്ന് മാത്രമല്ല, ദേശീയ തലത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും UDF LDF ജനങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുക. അത് കേരളത്തിലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ദേശീയ തലത്തിലുള്ളത് പോലെ തന്നെ BJP നേതൃത്വം നൽകുന്ന NDA കേരളത്തിലെ പ്രമുഖ പാർട്ടിയും മുന്നണിയുമായിട്ട് വളർന്നു വരാൻ പ്രയോജനപ്പെടുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടുകൂടി മാറ്റിക്കുറിക്കുമെന്ന കാര്യം യാതൊരു സംശയമില്ല. എല്ലാ വിഭാഗം ജനങ്ങളും ഇതുവരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പരമ്പരാഗതമായി CPM-ന് വോട്ട് കൊടുത്തവർ, LDF-ന് വോട്ട് കൊടുത്തവർ, കോൺഗ്രസിനും UDF-നും പരമ്പരാഗതമായി വോട്ട് കൊടുത്തവർ എല്ലാവരും തന്നെ ഇപ്പോൾ NDA-ക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നു. നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വികസനത്തിൻ്റെ, ജനക്ഷേമത്തിൻ്റെ പുതിയ രാഷ്ട്രീയം, ആ പുതിയ രാഷ്ട്രീയവുമായി കൈകോർക്കാനാണ് ജാതിമത രാഷ്ട്രീയത്തിനപ്പുറത്ത് മുഴുവൻ വോട്ടർമാരും തയ്യാറാകുന്നത് എന്നുള്ളതാണ് തൃശ്ശൂരിന് ശേഷം അതായത് തൃശ്ശൂരിലുണ്ടായ പുതിയ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള രാഷ്ട്രീയം തന്നെയായിരിക്കും ഈ പാലക്കാടും ഉണ്ടാകാൻ പറ്റും. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. കൃഷ്ണകുമാരേട്ടാ, രാവിലെ മുതൽ തന്നെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പം അപ്പോഴുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് ഇപ്പോൾ ഈ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഇരട്ടിയല്ലേ? ഞാൻ പറഞ്ഞ കാലത്ത് തന്നെ പറഞ്ഞല്ലോ, ഓരോ നിമിഷം കഴിയുന്നതോടും നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ ഉത്സാഹവുമെല്ലാം വർദ്ധിക്കുക. ഞങ്ങൾ വളരെ ഓരോ ദിവസവും കഴിയുന്നതോറും 2 മുന്നണികളെയും ഞങ്ങൾ എല്ലാ തലത്തിലും പ്രചരണ രംഗത്തായാലും ശരി, പ്രവർത്തന രംഗത്തായാലും പിന്നിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.